നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ഈ അന്താരാഷ്ട്ര മത്സ്യത്തൊഴിലാളി വനിതാ ദിനം, അത് നവംബർ 5-ാം തീയതി, എന്തിനു വേണ്ടി? അതുതന്നെയാണ് ജനറ്റിക് ലീഡേഴ്സ് തുടങ്ങിയത്. മത്സ്യത്തൊഴിലാളികളെ, വനിതാ മത്സ്യത്തൊഴിലാളികളെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ട് ഒരു ദിവസം. എപ്പോഴും മത്സ്യമേഖലയിലെ വനിതകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പണിയെടുക്കുന്ന അദൃശ്യകരങ്ങളാണ്. മത്സ്യം കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ മത്സ്യത്തിന് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ അത് മാറുന്നു, എങ്ങനെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നു, ഇതെല്ലാം സ്ത്രീകളുടെ ജോലിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അവർ ആ മത്സ്യം ഉപ്പിലിട്ട് ഉണക്കി അതുപോലെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് ആ ഒരു തൊഴിലിന് കോട്ടം വന്നിരിക്കുകയാണ്. നമ്മുടെ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസനം വഴിയായിട്ട് ഇപ്പോൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ, 3ഉം 4ഉം ഘട്ടങ്ങളിലേക്ക് അതിൻ്റെ വികസനം വ്യാപിപ്പിക്കുമ്പോൾ ഈ വനിതാ മത്സ്യത്തൊഴിലാളികൾ ആയിരക്കണക്കിന് പൂവാറിലിരുന്ന് വിഴിഞ്ഞം, കോവളം ഇങ്ങുവരെ നമുക്ക് 1000-ഓളം വനിതാ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ രഹിതരായി തീരുകയാണ്. അവർക്ക് മീൻ ഉണക്കാൻ സ്ഥലമില്ല, മീൻ കിട്ടുന്നത് തന്നെ കുറവായി. അപ്പോൾ അവരുടെ തൊഴിലില്ലാതെ വരുമ്പോൾ അവർ വേറൊരു തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വനിതാ മത്സ്യത്തൊഴിലാളി ദിനം, അത് വേൾഡ് ഫിഷ് വർക്കേഴ്സ് ഫോറത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്. അതിൻ്റെ ജനറൽ അസംബ്ലി 8ാം അസംബ്ലിയിൽ ബ്രസീലിൽ വെച്ചെടുത്ത തീരുമാനമാണ്. ഇങ്ങനെ ഒരു ദിവസം വേണം, ആ ഒരു ദിവസം നവംബർ 5 തന്നെ ആകണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ വർഷം ലോകമെമ്പാടും വിമൻ അസംബ്ലീസ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വെച്ച് നടന്ന ദിവസമാണ് നവംബർ 5, വനിതാ മത്സ്യത്തൊഴിലാളി അസംബ്ലി ആയിട്ട് നമ്മളത് ഇവിടെ ആഘോഷിക്കുകയുണ്ടായി. പല സംസ്ഥാനങ്ങളിൽ നിന്നും പല സംഘടനകളിൽ നിന്നും ധാരാളം പേര് വലിയതുറയിൽ എത്തിച്ചേരുകയും അതൊരു മഹാ സമ്മേളനവും അതുപോലെ തന്നെ ആഘോഷവുമാക്കി മാറ്റുകയും ചെയ്തു. അപ്പം അതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതേ ദിവസം തന്നെയാണ് WFFPയുടെ ജനറൽ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ആ ഒരു ദിവസം അന്താരാഷ്ട്ര വനിതാ മത്സ്യത്തൊഴിലാളി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ ഈ വർഷമാണ് ഇത് ആദ്യമായിട്ട് ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അത് ലോകത്തിലെ 56 രാഷ്ട്രങ്ങളും, ഈ മത്സ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 56 രാഷ്ട്രങ്ങളിലും ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. വിവിധ പരിപാടികളോടുകൂടിയാണ് ഇത് ആഘോഷിക്കുന്നത്. ഓൺലൈൻ സെമിനാറുകളും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളും, അതാത് ഏരിയയിലുള്ള വർക്ക്ഷോപ്പുകൾ, മറ്റ് ഇതിനെപ്പറ്റിയുള്ള ബുക്ക് റിലീസ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത്, ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദിവസം മാത്രമല്ല, നവംബർ 5 മുതൽ ഡിസംബർ 10 വരെയുള്ള 5 ആഴ്ചക്കാലമാണ് നമ്മളിത് ആചരിക്കാനായിട്ടും ആഘോഷിക്കാനായിട്ടും തീരുമാനിച്ചിരിക്കുന്നത്. ഈ 5 ആഴ്ചയിലും നമുക്ക് 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള തീമുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആചരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ മത്സ്യത്തൊഴിലാളി വനിതകളുടെ അവകാശങ്ങളെ പറ്റിയാണ് നമ്മളതിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അവകാശം, ഇനി ഇതിനിടയിൽ തന്നെയാണ് വേൾഡ് ഫിഷേഴ്സ് ഡേ, അതായത് മത്സ്യത്തൊഴിലാളി ദിനമായിട്ട് വരുന്നത് നവംബർ 21. അത് അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണമെന്ന് ഇതിൻ്റെ സംഘാടകരിൽ പ്രമുഖനായ ഫാദർ ടോം കോച്ചേരിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു നവംബർ 21, അത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തൊരു തീരുമാനം, അതിന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം കൂടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട്, നവംബർ 21. പിന്നീട് വരുന്നത് ഡിസംബർ 10, ഇത് നമ്മുടെ മനുഷ്യാവകാശ ദിനം. അപ്പോൾ മനുഷ്യാവകാശ ദിനത്തിലും നമുക്ക് നമ്മുടെ അവകാശങ്ങളെല്ലാം തന്നെ മനുഷ്യാവകാശങ്ങളാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ അവരുടെ അവകാശങ്ങൾ, മത്സ്യത്തൊഴിലാളി വനിതകൾ എന്ന രീതിയിൽ നമ്മുടെ അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങളെ പറ്റി തന്നെയാണ്. അപ്പം നമുക്ക് ജീവിക്കാനുള്ള അവകാശം,
ജീവിക്കാനുള്ള അവകാശമാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീരം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വാസയോഗ്യമായ വീടുകളാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് പണിയെടുക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇനി കടലിൽ പോയി കഴിഞ്ഞാലോ, കടലിൽ നമുക്ക് ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വരവ് കുറഞ്ഞു. അതെങ്ങനെയാണ്? നമ്മൾ മറ്റ് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് മത്സ്യം പിടിക്കാനായിട്ട് വലിയ കപ്പലുകളെ ഇറക്കി മത്സ്യം പിടിക്കുന്ന രീതിയും അതനുസരിച്ച് വരുമ്പോൾ തീരത്തോട് ചേർന്നുള്ള മത്സ്യങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, മത്സ്യബന്ധനത്തിന് പോയാലും നമ്മുടെ ഇന്ധന ചെലവിന് പോലും തികയാത്ത രീതിയിലുള്ള മത്സ്യബന്ധനമാണ് ഇപ്പോൾ നമുക്ക് മത്സ്യം ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദിനം പ്രതി താഴോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ദേശത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ അന്താരാഷ്ട്ര, അതായത് ലോകത്തിനെ മുഴുവനും അറിയിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാഥമിക ഉത്തരവാദിത്തം നമ്മളിൽ ഉണ്ട്. അപ്പം നമ്മളിതിനിടയ്ക്ക് ഇതിന് വേണ്ടിയുള്ള പേപ്പറുകളും അതുപോലെ നമ്മുടെ പരാതികളെല്ലാം തന്നെ നമ്മൾ ലീഡേഴ്സിനെ കണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇത് എല്ലാവർക്കും സമർപ്പിക്കുന്നതാണ്. നമ്മുടെ പ്രധാന വിഷയങ്ങളായിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് തീരദേശത്തെ പട്ടയ പ്രശ്നവും കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുക, നഷ്ടമാകുന്ന തൊഴിൽ ദിനങ്ങൾക്ക് പുരുഷന്മാർക്ക് നൽകുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും നഷ്ടപരിഹാരം നൽകുക, കടലിന്മേലുള്ള അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി മാത്രമാക്കുക, ക്ഷേമനിധി വിഹിതം വർദ്ധിപ്പിക്കുക, അവ യഥാസമയം വിതരണം ചെയ്യുക, മത്സ്യത്തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹ ധനസഹായം വർദ്ധിപ്പിക്കുക, മുതലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുക, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തന ഫലമായി ജോലി നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് ബദൽ തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കുക, കപ്പൽച്ചാൽ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റി മത്സ്യത്തൊഴിലാളികൾക്ക് അതാത് ഗ്രാമങ്ങളിൽ നിന്ന് നേരിട്ട് മത്സ്യബന്ധനം നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കുക. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ പ്രമേയം ഓരോ ലീഡേഴ്സിനെയും നമ്മൾ കണ്ട്, മന്ത്രിമാരെയും കണ്ട് നമ്മളിത് സമർപ്പിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.